എൻ്റെ പേര് ബിജു ചെറിയാൻ മണലേത്ത്. പുതിയ കാലഘട്ടത്തിലെ ബിസിനസ് സെയിൽസ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ള ആശയവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കസ്റ്റമർ ഒരു സാധനമോ ഒരു വസ്തുവോ ഒരു പ്രാവശ്യം വാങ്ങിക്കുമ്പോഴല്ല, ആ സർക്കിൾ നമ്മൾ പൂർത്തീകരിച്ച് രണ്ടാമത്തെ സർക്കിളിലേക്ക് കടക്കുമ്പോഴാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ആമസോൺ പോലുള്ള ഡിജിറ്റൽ സംവിധാനങ്ങളുള്ള മാർക്കറ്റുകൾ, ഓൺലൈൻ സ്പേസസ് എന്താ ചെയ്യുന്നത്? നമ്മളുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആണ്. അവരിൽ ഈ പറയുന്ന എഡ്യൂക്കേഷൻ 2.0 അല്ലെങ്കിൽ 3.0 ഡിവൈൻ ഉണ്ട്. ഡിവൈൻ എപ്പോഴും കണക്റ്റഡ് ആണ്. ഇവിടെ എന്താണ്, ഒരു പ്രാവശ്യം പർച്ചേസ് ചെയ്തു, പിന്നെ അവനുമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പം പിന്നെ വന്നാലെന്താ, വന്നില്ലേലെന്താ? അതുകൊണ്ടാണ് നിങ്ങളുടെ കച്ചവടം കുറയുന്നതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന നിങ്ങളുടെ സെയിൽസ്മാന്മാരോ നിങ്ങളുടെ ടീമോ അല്ലെ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ ഉപദേശം നിങ്ങൾ ഉപദേശിക്കുമല്ലോ, ആ ആശയം എന്ന് പറയുന്നത് ഫിസിക്കലോ ഡിജിറ്റൽ പ്രോഡക്ട്സോ വിൽക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇത് വിൽക്കാനിരുന്ന് കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ, പണമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ ഇടപെടത്തില്ല. പണം മാത്രമാണ് ലക്ഷ്യമെങ്കിൽ ഒരിക്കലും ഈ പറയുന്ന കാറ്റഗറി ലെവൽ നമ്പർ 2 and 3 നിങ്ങൾ കടക്കില്ല, ഉറപ്പാണ്, ഞാൻ ഗ്യാരണ്ടി. അപ്പം എന്താ ചെയ്യേണ്ടേ? യു ഹാവ് ടു ബിൽഡ് ഫൗണ്ടേഷൻ. ഈ പറയുന്ന ലെവൽ നമ്പർ 1 നിന്ന് ലെവൽ നമ്പർ 2 3 പോകാൻ മെന്ററിങ് ആവശ്യമാണ്. നിങ്ങൾക്കൊരു കൺസൾട്ടന്റിനെ ആവശ്യമാണ്, മെന്ററെ ആവശ്യമാണ്, ട്രെയിനറെ ആവശ്യമാണ്. അല്ലാതെ സാധാരണക്കാരനും സാധാരണ സെയിൽസ്മാൻമാരും ഒന്നാമത്തെ മതിൽ ചാടുവാനോ ഈ പറയുന്ന വെള്ളക്കെട്ട് താണ്ടി നിങ്ങൾക്ക് പോകുവാൻ കഴിയില്ല മക്കളെ. ഇത് നിങ്ങളെന്താ, ഒരു ചുഴിയാണത്. ആ ചുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ അത്ര എളുപ്പമല്ല.